ഇതാണ് നമ്മുടെ ഡീഹൈഡ്രേറ്റർ. കൂൺ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മളിത് വാങ്ങിയത്. നമ്മുടെ ഫസ്റ്റിലത്തെ എൻഡ് ആയിട്ടുണ്ട്. ഉണങ്ങി നല്ല പൊരിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കത് വെള്ളത്തിലിട്ട് നോക്കാം. നല്ല ഫ്രഷ് ആയിട്ട് അതേ സാധനം തന്നെയാണ് ഇത് ഉണങ്ങി. മഷ്റൂമിന്റെ ഒരുപാട് വീഡിയോകൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കൂണിന്റെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇതിന്റെ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ഡീഹൈഡ്രേറ്റർ. നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ മെഷീനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയണം. കൂൺ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മളിത് വാങ്ങിയത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഹീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഹീറ്ററിൽ നമ്മൾ ഓവനിലൊക്കെ നമ്മൾ എന്തെങ്കിലും വെച്ച് ഉണങ്ങുന്ന സമയത്ത് അതിന്റെ കളർ ചേഞ്ച് ആകുന്നുണ്ട്. അതുപോലെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയാൽ ചെറിയ ചൂട്, അതായത് 70 ഡിഗ്രി വരെയാണ് ഇതിൽ നമ്മൾ ചൂട് കൊടുക്കുന്നത്. സാധാരണ നമ്മളെ ഹീറ്ററിൽ 150 ഡിഗ്രി ഒക്കെ ചൂട് വെക്കുന്നതാണ്. അപ്പൊ 70 ഡിഗ്രിയുടെ മാക്സിമം ചൂട്. നമ്മൾ സാധാരണ ഉണങ്ങുന്ന 60 ഡിഗ്രി 50 ഡിഗ്രി. ഇത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ഡീഹൈഡ്രേറ്റർ, ഏറ്റവും ആവശ്യപ്പെട്ടത്. ഒതുക്കി വെക്കാൻ പറ്റുന്നത്. ഇപ്പൊ കൂൺ കൃഷി നടക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു അല്ലേ? അങ്ങനെയാണ് ആമസോണിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു തട്ട്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, സൈഡ് ഗ്ലാസ് ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു വസ്തു അങ്ങനെ തന്നെ കൊടുക്കുന്നതിന്റെ 10 ഇരട്ടി ലാഭമാണ്. അതുകൊണ്ട് മറ്റേ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ആദ്യം കൂൺ ഉണങ്ങിയിട്ട് നോക്കാം ഏത് രീതിയിലാണ് വരുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നെല്ലാം നമുക്ക് കാണിക്കാം. അതെ, ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. 5 മണിക്കൂർ വെക്കുന്നുണ്ട്. 70 ഡിഗ്രിയാണ് മാക്സിമം ചൂട്. ഒരു 50 ഡിഗ്രി ചൂട് വെക്കുവാണ്. ഓൺ ചെയ്തു. ഇതാണ് നമ്മുടെ മെഷീൻ. ഇതൊരു വളരെ ചെറിയ മെഷീനാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ഡീഹൈഡ്രേറ്റർ നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ചെറിയ മെഷീനാണിത്. അതെ, ആഗ്രോ എന്ന കമ്പനിയുടെ, നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് മഷ്റൂമിന് ബാക്കി ഏത് രീതിയിലും അത് ഉണക്കിയിട്ടും നേരെ വരുന്നില്ലായിരുന്നു അല്ലേ? അതെ. ഇതിപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഹീറ്റ് കൊടുക്കും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള എയർ ഈ ഇവിടെ ഇതിൻ്റെ ടോപ്പിൽ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിലൂടെ എയർ പുറത്തേക്ക് വരും. അതിൻ്റെ കളർ ചെറിയ തോതിലുള്ള കളർ മാറ്റം വരുന്നുള്ളൂ. നമുക്ക് നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നില്ല. ഇതാണ് ഒരു പകുതി ഉണക്കായ ഭാഗമാണ്. വെള്ളമൊക്കെ വലിഞ്ഞ് പക്ഷെ കളർ അങ്ങനെ വലുതായിട്ട് മാറിയിട്ടില്ല. ഇത് 3 തട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് 2ാമത്തെ തട്ട്, ഇതാ ആദ്യത്തെ തട്ട്. ഇതൊക്കെ നല്ല കുറച്ചൊക്കെ ഉണങ്ങി ഒരു പൊരി പോലെ ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതുപോലത്തെ 5 തട്ടാണുള്ളത്. 5 തട്ടിലെത്തല് നമുക്കൊരു 1 കിലോയുടെ മുകളിൽ 1/2 കിലോ. 5 തട്ടിലെത്തുമ്പോൾ 1 കിലോ മഷ്റൂം ഉണങ്ങാൻ പറ്റും. ഇത് 50 ഡിഗ്രിയാണ് നമ്മളിതിന്റെ ചൂട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ താഴെ ഈ ഭാഗത്ത് നിന്നും ഇതിന്റെ എയർ വരുന്നുണ്ട്. അതുപോലെ ഹീറ്റ് ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. നല്ല സ്റ്റെയിൻഡ് സ്റ്റീലാണ് ഇത്. ഇതിന്റെ പുറംഭാഗം ഗ്ലാസ് ആണ്. നമ്മുടെ കൂണ് ഉണങ്ങി നല്ല പൊരിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വലിയ കളർ മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഏകദേശം ചെറിയ ഇതായിട്ടുണ്ട്. അതെ, ഇത് നമുക്ക് വെയിലത്ത് വെച്ച് തുടങ്ങിയാൽ കുറെ കൂടെ കളർ മാറും. അതുപോലെ തന്നെ അതിന്റെ ടേസ്റ്റും മാറും. ഉണങ്ങിയ നമ്മുടെ കൂണുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഡീഹൈഡ്രേറ്ററില് ഒരു വസ്തു ഉണങ്ങുകയാണെങ്കിൽ അതിന്റെ ജലാംശം വലിച്ചു പുറത്തെടുക്കുക. ചെറിയ ചൂട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഹീറ്റർ ഫാൻ ഉപയോഗിച്ച് ഇതിന്റെ ജലാംശം വലിച്ച് പുറത്തു കളയും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വീണ്ടും ഇതിന്റെ ജലാംശം നൽകണം. അല്ലെങ്കിൽ വെള്ളത്തിൽ ഇടുവാണെങ്കിൽ 70% കുതിർന്ന് വരും. നമുക്ക് ഏകദേശം ഫ്രഷ് നമുക്കത് വെള്ളത്തിലിട്ട് നോക്കാം. വെള്ളത്തിൽ ഇട്ടതേ ഉള്ളൂ, അപ്പൊ തന്നെ അതിന് നല്ല മയം വന്നു. വെള്ളത്തിലിട്ടേണ്ട നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് ഉണക്കാം. ഇത്ര ഈസിയാണ് ഇത് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ഥിരമായിട്ട് മഷ്റൂം ഉപയോഗിക്കുന്നവർക്ക് ഒരു 250 ഗ്രാമോ ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാല് കുറച്ചെടുത്താൽ മതി. അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നല്ല വെളിച്ചത്തിലൊന്ന് കണ്ടു നോക്കും. നല്ല ഫ്രഷ് ആയിട്ട് അതേ സാധനം തന്നെയാണ് ഇത് ഉണങ്ങിയത്.
ഇത്രയ്ക്ക് മാറ്റം വരുന്നുണ്ട്. നല്ല കൂണിൻ്റെ അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ മഷ്റൂമിൻ്റെ ഒരുപാട് വീഡിയോകൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ മഷ്റൂം കൃഷിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂണിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മളെല്ലാ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ അതിൽ ആഡായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.